ഹലോ, ഒരു ദിവസം ഒരു ചോദ്യപേപ്പർ എന്ന LGS സീരീസിലെ ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2014 LGS വാരിയസ് തിരുവനന്തപുരം വയനാട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് 152/2014. അപ്പം ഞാനൊരു ചോദ്യം വായിക്കും, അതിനുശേഷം ഒത്തിരി സമയം തരും. ആ സമയത്ത് നിങ്ങൾ ഓപ്ഷൻസ് വായിച്ചിട്ട് ഏതാണോ കറക്റ്റ് ആൻസർ അത് ഒന്നുകിൽ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ മൈൻഡിൽ വയ്ക്കുക. ഇതിന് ശേഷം വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റായിട്ട് പറയാം. ഞാൻ ഓപ്ഷൻസ് വായിക്കാത്തത് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞ് ഓപ്ഷൻസിൽ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അത് ശരിയായിട്ടുള്ള ആൻസർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഒരു പക്ഷേ ആ ഒരു കാര്യം രജിസ്റ്റർ ആയെന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻസ് വായിക്കാത്തത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1998. കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്നത് 1998. രണ്ടാമത്തെ ചോദ്യം, 2013 മികച്ച നടനുള്ള ഭാരത് അവാർഡ് ജേതാവ്. ഈ ഒരു ക്വസ്റ്റ്യൻ 2013 അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ട, നമുക്കിപ്പോൾ അത് ആവശ്യമില്ലല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ISROയുടെ ചെയർമാൻ. ഇതും 2014 ആ ഒരു സമയത്ത് കറണ്ട് അഫെയർ തന്നെയാണ്. ആ ഒരു സമയത്ത് ആ ഒരു ആൻസർ ഡോക്ടർ കെ രാധാകൃഷ്ണൻ എന്നാണ്. എന്നാൽ ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല. ഉത്തരം ഓപ്ഷൻ എ എറണാകുളം. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല എറണാകുളം. അഞ്ചാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് അത് നമുക്ക് നോക്കേണ്ടതില്ല. ആറാമത്തെ ചോദ്യം, കോട്ടക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കോട്ടക്കൽ ശിവരാമൻ കഥകളിയുടെ ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? ഉത്തരം ഓപ്ഷൻ എ വേഷം. കോട്ടക്കൽ ശിവരാമൻ ഇപ്പോൾ അടുത്ത് എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല. അദ്ദേഹത്തിനെ കുറിച്ചുള്ള എന്തോ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. കോട്ടക്കൽ ശിവരാമൻ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കഥകളിയിലെ വേഷം എന്ന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ആ ഒരു ന്യൂസ് എന്താണ് എന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഏഴാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏക താരം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏക താരം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ. എട്ടാമത്തെ ചോദ്യം, ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 3. ഏതൊക്കെയാണ് ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മിസോറാം, നാഗാലാൻഡ്, സിക്കിം. അതിനൊരു കോഡ് ഉണ്ടായിരുന്നു, പണ്ടേ ഉള്ളൊരു കോഡാണ്. മീനക്ക് സിക്കാണ് മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ മാത്രം അയക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 3 മിസോറാം, നാഗാലാൻഡ്, സിക്കിം. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം. ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം തിരുവനന്തപുരം. പത്താമത്തെ ചോദ്യം, ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. ഓപ്ഷൻ ബി PT ഉഷയാണ് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്ന് അറിയപ്പെടുന്നത്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം.
ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന അയൽ രാജ്യം. സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഓപ്ഷൻസ് നോക്കിയിട്ടാണെങ്കിലും എലിമിനേറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ആൻസറാണത്. കിട്ടിയെന്ന് കരുതുന്നു. 11ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ശ്രീലങ്ക. ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് കിടക്കുന്ന അയൽരാജ്യം ഏതാണ്? ശ്രീലങ്ക. 12ാമത്തെ ചോദ്യം, നൈനിറ്റാൾ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? നൈനിറ്റാൾ എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ക്യാൻസൽ ചെയ്തത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഉത്തരാഖണ്ഡാണ് ആൻസർ. അത് ഓപ്ഷനിലില്ല. നൈനിറ്റാൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആസ്ഥാനം എവിടെ? ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആസ്ഥാനം എവിടെ? ഉത്തരം ഓപ്ഷൻ ബി, ന്യൂഡൽഹി. 14ാമത്തെ ചോദ്യം, ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ഉത്തരം ഓപ്ഷൻ സി, ബംഗാളി. ത്രിപുരയുടെ ഔദ്യോഗിക ഭാഷ ബംഗാളി ഭാഷയാണ്. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ്? ഇന്ത്യൻ അണുശാസ്ത്രത്തിൻ്റെ പിതാവ്? ഉത്തരം ഓപ്ഷൻ എ, ഹോമി ജെ ബാബ. 16, ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഏറ്റവും അധികം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി, ഗുജറാത്ത്. 17, ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ബോംബെ. ട്രോംബെ അല്ലെങ്കിൽ മുംബൈ ബോംബെ എന്നൊക്കെ പറയുന്ന അവിടെയാണ്. അപ്പം ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ബോംബെ അല്ലെങ്കിൽ മുംബൈ, ട്രോംബെ എന്നൊക്കെ പറയുന്നതാണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം? നമ്മൾ മനുഷ്യർ ആദ്യമായിട്ട് വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം അത് വിക്ഷേപിച്ചത് 1957 ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏതാണ്? സ്പുട്നിക് 1. ആ ഒരു കൃത്രിമോപഗ്രഹം വിക്ഷേപിച്ചത് 1957. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ലാസ്റ്റിലുള്ള 2 സംഖ്യകൾ തിരിച്ചിട്ടതാണ്. വേണമെങ്കിൽ അതൊന്ന് ഓർത്ത് വയ്ക്കാം. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാനപത്രം? ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാനപത്രം? ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ അടുത്ത ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതായിട്ടൊരു ഓർമ്മയുണ്ട്. ഏതിനായിരുന്നു എന്ന് ഓർമ്മയില്ല. ക്വസ്റ്റ്യൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ പഴയ ക്വസ്റ്റ്യനൊന്നും ചോദിക്കില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? പഴയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മൾ നോക്കണം. ഇതിപ്പോൾ ഏകദേശം 10 വർഷം മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ പോലും അതും നമ്മൾ നോക്കണം. എവിടെ നിന്നാ ക്വസ്റ്റ്യൻ കയറി വരിക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ഓപ്ഷൻ ബി, ബംഗാൾ ഗസറ്റ്. ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം. ചോദ്യം 20, ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ എ, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ നിലയം ശ്രീഹരിക്കോട്ടയിലാണ്. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? ഇത് കേട്ട് തഴമ്പിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ. ഉത്തരം ഓപ്ഷൻ ഡി, മീററ്റ്.
22ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്, INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി, WC ബാനർജി. ആദ്യത്തെ ഒരു യോഗവും ആദ്യത്തേക്കല്ലേ, അപ്പം ബാനർ പിടിച്ച് വെൽക്കം ചെയ്യാണ് വിത്ത് ബാനർ പിടിച്ചിട്ട്. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി. 23, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ ബി, ക്ലമന്റ് ആറ്റ്ലി. ക്ലമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി. 24 SC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. 25, സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതായിരുന്നു? സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കെതിരെ സമരം നടത്തിയ പ്രസ്ഥാനം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്. സതിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ രാജാറാം മോഹൻ റോയ് ആണല്ലോ. അപ്പം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. അപ്പം ബ്രഹ്മസമാജം സതി മാത്രമല്ല, സതി, ജാതി വ്യവസ്ഥ, ബാല്യവിവാഹം എന്നിവയ്ക്കൊക്കെ എതിരെ സമരം നടത്തിയിരുന്നു. 26ാമത്തെ ചോദ്യവും PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. 27, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഡിസ്കവറി ഓഫ് ഇന്ത്യ, അങ്ങനെയും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഇന്ത്യയെ കണ്ടെത്തൽ. 28, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ജനറൽ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ ഡയർ. 29, വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഖിലാഫത്ത്. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം, അതിൻ്റെ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു വാർത്ത പരക്കുകയും അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടതും കാര്യങ്ങളൊക്കെ. അപ്പം വാഗൺ ട്രാജഡിയിൽ മരിച്ച ഭടന്മാർ ഏത് സമരത്തിൽ പങ്കെടുത്തവരാണ് എന്ന് ചോദിച്ചാൽ ഖിലാഫത്ത്, മലബാർ കലാപം എന്നും പറയാം. ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഖിലാഫത്ത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി എന്തായിരുന്നു? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ പ്രധാന പ്രതിസന്ധി എന്തായിരുന്നു? ഓപ്ഷൻ സി, വർഗീയ ലഹള. 31, ഇന്ത്യയുടെ ദേശീയ കായിക ഇനം. ഇന്ത്യയുടെ ദേശീയ കായിക ഇനം. ഉത്തരം ഓപ്ഷൻ ഡി, ഹോക്കി. 32, ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം. ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ സി, 1951 ഉത്തരം. പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത് 1951. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. 34, ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഓപ്ഷൻ സി ആണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഗവർണറുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. 35, മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന
ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ ഡി ലണ്ടൻ. ലണ്ടൻ ബേസ് ചെയ്തുകൊണ്ടാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ പ്രവർത്തിക്കുന്നത്. അപ്പം ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടൻ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആംനസ്റ്റി ഇൻ്റർനാഷണലിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. മലാല യൂസുഫ്സായ് ഉത്തരം വരുന്ന ഒരു ചോദ്യമായിരുന്നു. മനസാക്ഷിയുടെ അംബാസിഡർ എന്നായിരുന്നു. മലാല യൂസുഫ്സായ് ആണ് ആൻസർ വന്നിരുന്നത്. അപ്പം മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടൻ. 36. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഉത്തരം ഓപ്ഷൻ എ ഭാരതരത്നം. ഭാരതരത്നമാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി, ഭാരതരത്നം. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഉത്തരം ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറാണ് നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. 1913 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. സാഹിത്യത്തിലായിരുന്നു. സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹിത്യം എന്നുള്ള മേഖലയിലുള്ള നൊബേൽ സമ്മാനമാണ് രവീന്ദ്രനാഥ് ടാഗോറിന് കിട്ടിയത്. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ. രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും തലവനും ആരാണ്? രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും തലവനും ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതി. രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനും തലവനും ആരാണ്? രാഷ്ട്രപതി. രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയാണ്. എന്നാൽ ഭരണത്തലവൻ പ്രധാനമന്ത്രിയാണ്. ആ ഒരു ഡിഫറൻസ് ഓർത്ത് വയ്ക്കുക. രാഷ്ട്രത്തലവൻ, സർവ്വസൈന്യാധിപൻ, തലവൻ എന്നൊക്കെ പറയുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ ഭരണത്തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. 39. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി നമ്മുടെ ഇന്ത്യ. 40. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര്? 41. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതി. ഉത്തരം ഓപ്ഷൻ സി മീൻവല്ലം. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ്. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി. ഉത്തരം ഓപ്ഷൻ സി പെരിയാർ. പെരിയാറാണ് ഉത്തരം. കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദിയും കൂടിയാണ് പെരിയാർ. 43. മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം. മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം. ഈ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം? ഉത്തരം ഓപ്ഷൻ സി പൊന്നാനി. പൊന്നാനിയാണ് മലപ്പുറം ജില്ലയിലെ മത്സ്യബന്ധന തുറമുഖം. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ സി ചൂലന്നൂർ. ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്ത വർഷം. ഉത്തരം ഓപ്ഷൻ ബി 1895. 47ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് നോക്കണ്ട. 48. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരള താലൂക്ക്. കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരള താലൂക്ക്.
ഉത്തരം ഓപ്ഷൻ സി സുൽത്താൻ ബത്തേരി. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഉത്തരം ഓപ്ഷൻ സി ചെന്തുരുണി. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല. ഉത്തരം ഓപ്ഷൻ സി പത്തനംതിട്ട. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവായ ജില്ല പത്തനംതിട്ട. 51. കേരളത്തിലെ സംഗീതജ്ഞനായ രാജാവ്. ഉത്തരം ഓപ്ഷൻ എ സ്വാതി തിരുനാൾ. 52. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല. 52. കേരളത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള ജില്ല. ഈ ക്വസ്റ്റ്യൻ 2014 ചോദിച്ച സമയത്ത് ഉത്തരം പാലക്കാടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. 53. ചാന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? ചാന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായി. ചാന്നാർ ലഹള എന്തിനു വേണ്ടിയായിരുന്നു? മാന്യമായി വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായി. 54. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി കെ കേളപ്പൻ. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ്. ഹരിജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിച്ച നേതാവ്. ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി. 56. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ എ 1946. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. പുന്നപ്ര വയലാർ 1946. 57. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തതാണ്. കാരണം അതിൻ്റെ ആൻസർ ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ഓഗസ്റ്റ് 25-നാണ്. 58. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ സി വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. 59. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി ഖിലാഫത്ത് സമര പ്രചരണം. ഖിലാഫത്ത് സമര പ്രചരണം. ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഒന്ന് 1920 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥം. 2 1925 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924 to 25. അപ്പോൾ 25 ഗാന്ധിജി രണ്ടാമത്തെ കേരള സന്ദർശനം. മൂന്നാമത്തെ 1927 തെക്കേ ഇന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായി. നാലാമത്തെ 1934 ഹരിജൻ ഫണ്ട് ശേഖരണം. അഞ്ചാമത്തെ 1937 ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ. ക്ഷേത്രപ്രവേശന വിളംബരം 1936 അതിൻ്റെ പശ്ചാത്തലത്തിൽ 1937 ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. അപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 5 തവണയാണ്. 1920, 1925, 1927, 1934, 1937. ഓക്കെ, അടുത്ത ചോദ്യം. 1957 കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി. 1957 കേരള നിയമസഭയുടെ മുഖ്യമന്ത്രി. 1957 കേരള നിയമസഭ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ നിയമസഭയാണ്. ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. നമ്മുടെ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം.
ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. എന്താണ്? ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണമാണ്. ഓപ്ഷൻ എ വിസരണം. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണം. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ സി യുറാനസ്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. യുറാനസ് ഉരുളുന്നു. യുറാനസ് ഉരുളുന്നു. ഉരുളുന്ന ഗ്രഹം യുറാനസ്. താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്? താഴെ പറയുന്നവയിൽ ഏതിലാണ് തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഗതികോർജമുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി വാതകങ്ങളിൽ. എന്താണ് ഗതികോർജം? ഗതികോർജം എന്ന് പറയുന്നത് ഒരു വസ്തു ചലിക്കുമ്പോഴുണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം. സ്ട്രെസ് കൊണ്ടോ സ്ട്രെയിൻ കൊണ്ടോ ഉണ്ടാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. അപ്പം ഖരാവസ്ഥയിലാണെങ്കിൽ, വസ്തുക്കൾ ഖരാവസ്ഥയിലാണെങ്കിൽ അതിന് ചലനശേഷി വളരെയധികം കുറവാണ്. അപ്പോൾ അവിടെ ഗതികോർജം വളരെ കുറവായിരിക്കും. വളരെ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്കും രീതിയിൽ കുറവായിരിക്കും. പിന്നെ ലായനി, ദ്രാവകം ഈ ഒരു ഭാഗത്തിലൊക്കെ പറയുകയാണെങ്കിൽ, ദ്രാവകങ്ങളിൽ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ചലനശേഷി ഉണ്ടായിരിക്കും, എന്നാലും ഏറ്റവും കൂടുതൽ എന്ന് പറയാനാവില്ല. വാതകങ്ങളിലാണെങ്കിൽ നല്ല ചലനശേഷിയുണ്ട്, അതുപോലെ തന്നെ ഗതികോർജവും വളരെയധികം കൂടുതലാണ്. 64ാമത്തെ ചോദ്യം, ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിൽ പെടുന്നു? ലെഡ് ലോഹം ആവർത്തന പട്ടികയിൽ ഏത് കുടുംബത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി കാർബൺ കുടുംബം. ലെഡ് കാർബൺ കുടുംബത്തിൽ പെടുന്നതാണ്. 5. ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുൻപായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുമ്പായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ എ ഇൻഫ്രാസോണിക് തരംഗം. അപ്പം ശക്തമായ ഭൂമികുലുക്കത്തിന് തൊട്ടു മുമ്പായി ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. അടുത്ത ചോദ്യം, 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 212. 100 ഡിഗ്രി സെൽഷ്യസ് താപനില എത്ര ഡിഗ്രി ഫാരൻഹീറ്റിന് തുല്യമാണ് എന്ന് ചോദിച്ചാൽ 212 ഫാരൻഹീറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് ഉത്തരം ഓപ്ഷൻ എ കുറഞ്ഞു വരുന്നു. സ്ഥിതികോർജം കുറയുകയാണ് ചെയ്യുന്നത് താഴേക്ക് വരുന്തോറും. 68. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഓപ്ഷൻ എ സൾഫ്യൂരിക് ആസിഡ്. നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്ത് എന്നുള്ളത് സൾഫ്യൂരിക് ആസിഡ് H2SO4. 69. പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? പ്രകാശം 1 സെക്കൻഡ് കൊണ്ട് വായുവിലൂടെ ഏകദേശം എത്ര ദൂരം സഞ്ചരിക്കും? എഴുപതാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ വയ്ക്കുമ്പോഴാണ്? ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെ വയ്ക്കുമ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ ഡി ധ്രുവങ്ങളിൽ. ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. ഭാരം എന്ന് പറയുമ്പോൾ മാസിൻ്റെ കൂടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റാണ് എന്ത്?
നമ്മുടെ ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത്. ധ്രുവങ്ങളിൽ ജിയുടെ വാല്യൂ കൂടുതലാണ്. സ്വാഭാവികമായും ഒരു വസ്തുവിന് അവിടെ കൂടുതൽ ഭാരമുണ്ടായിരിക്കും. എവിടെ? ധ്രുവങ്ങളിൽ. 71ാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. ഉത്തരം ഓപ്ഷൻ ബി, ത്വക്ക്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ഡോട്ട്സ് ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ് ഏത് രോഗചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് ഏത് രോഗചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്ഷയമാണ്. ക്ഷയം.com എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു കോഡായിട്ട് ഡോട്ട്സ് ചികിത്സ ക്ഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 73 എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി. ഉത്തരം ഓപ്ഷൻ എ, വൈറസ്. HIV വൈറസ് എന്നാണല്ലോ പറയുക. ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി, പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. അതിങ്ങനെ ഓർക്കാം. നമ്മൾ ഈ പോർക്ക് കുരുമുളകൊക്കെ ഇട്ട് വെക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്താൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി പോർക്ക് കഴിക്കാത്തവരാണെങ്കിലും ഒരു മാർക്ക് കിട്ടാൻ വേണ്ടി അതൊന്ന് ഓർത്ത് വയ്ക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഏത് വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, വിറ്റമിൻ എ. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റമിൻ എ. 76ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. നമ്മളത് നോക്കണമെന്നില്ല. 77 കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല. ഉത്തരം ഓപ്ഷൻ ഡി, കണ്ണൂർ. 78 കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ എ, കുട്ടനാട്. ഉത്തരം ഓപ്ഷൻ എ, കുട്ടനാട്. 79 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ വസ്തു ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ഇനാമൽ. പല്ലിലുള്ള ഈ ഒരു പുറമേയുള്ള ആ ഒരു ഭാഗം, അതാണ് ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ വസ്തുവാണ് ഇനാമൽ. 80 ലോക പരിസ്ഥിതി ദിനം. ഓപ്ഷൻ സി, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല. നമുക്ക് മാത്സിന് മാത്രമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. ഇത് LGS ഒരിക്കലും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ചിലപ്പോൾ നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഇതിൽ ഞാൻ മാത്സ് ചെയ്യുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും മാത്സ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആൻസേഴ്സ് പറഞ്ഞു പോവുകയാണ് ചെയ്തത്. LGSകാർ ഒരിക്കലും മാത്സ് സ്കിപ്പ് ചെയ്യരുത്. മാത്സിനായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്തിൽ കുറച്ച് സമയം മാത്സിനായിട്ട് വെക്കുക തന്നെ വേണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ വീണ്ടും ഈ ഒരു സീരീസ്, ഒരു ദിവസം ഒരു ചോദ്യപേപ്പർ എന്നുള്ള സീരീസ് നമ്മൾ ഇനിയും തുടരുന്നതായിരിക്കും. അപ്പം ഇന്ന് ഡേ 2 ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. പല ക്വസ്റ്റ്യൻസും നമുക്ക് കാണാപാഠമായിട്ടുള്ള അത്തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോ വർഷം കൂടുന്തോറും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. നമുക്കതൊക്കെ ചെയ്യാം. 2014 പെട്ടെന്ന് തീർത്ത് അടുത്ത വർഷങ്ങളിലേക്കുള്ളതൊക്കെ പെട്ടെന്ന് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസത്തിൻ്റെ ഈ ഒരു സീരീസിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്